ഒരു കാട്ടിലുള്ള 140 വർഷം പഴക്കമുള്ള കരിങ്കല്ല് കൊണ്ട് നിർമ്മിച്ച ഒരു ബ്രിട്ടീഷ് ബംഗ്ലാവ്. ഏതൊരു വ്യക്തിയെയും അതിശയിപ്പിക്കുന്ന, വിസ്മയിപ്പിക്കുന്ന വ്യൂ പോയിന്റ്. നട്ടുച്ചയ്ക്കും കോടമഞ്ഞിറങ്ങി വരുന്ന ഒരു റിസോർട്ട് അല്ലെങ്കിൽ സ്റ്റേ ഓപ്ഷൻ. മൂന്നാറിൻ്റെ തിരക്കിൽ നിന്നും മാറി ഗ്യാപ്പ് റോഡിലെ പൂപ്പാറയ്ക്കടുത്ത് രാജാപ്പാറയിലെ തൊണ്ടമാൻ കോട്ട. മൂന്നാർ ഗ്യാപ്പ് റോഡ് കടന്നു പോകുന്ന പൂപ്പാറയിൽ നിന്നും 10 കിലോമീറ്റർ മാറി രാജാപ്പാറയിലാണ് തോട്ടം സ്റ്റേസിൻ്റെ തൊണ്ടമാൻ കോട്ട എന്ന ഈ പഴയ ബ്രിട്ടീഷ് ബംഗ്ലാവ്. മൂന്നാറിൻ്റെ എല്ലാ തിരക്കിൽ നിന്നും മാറി, എന്നാൽ മൂന്നാറിൽ നിന്നും ഒത്തിരി അകലെയല്ലാതെ സൂര്യനെല്ലി, കൊളുക്കുമല, ഗ്യാപ്പ് റോഡ് എന്നിവയെല്ലാം പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റേ ഓപ്ഷൻ. മൂന്നാറിലെ ഒട്ടുമിക്ക റിസോർട്ടുകളും അവരുടെ കെട്ടിടം ഓടി പിടിപ്പിക്കാനും കെട്ടിടത്തിലെ സൗകര്യങ്ങൾ കൂട്ടാനും മെനക്കിടുമ്പോൾ, ഇവിടെ അവരുടെ ലാൻഡ്സ്കേപ്പ് മനോഹരമാക്കാനും അവിടെ എത്തുന്ന അതിഥികൾക്ക് കൂടുതൽ പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കാനും കോടമഞ്ഞ് ആസ്വദിക്കാനും അവിടുത്തെ വ്യൂ ആസ്വദിക്കാനുമാണ് ഇവർ പ്രാധാന്യം കൊടുക്കുന്നത്. ഏകദേശം 140 വർഷം പഴക്കമുള്ള കരിങ്കല്ല് കൊണ്ട് നിർമ്മിച്ച ഒരു ബ്രിട്ടീഷ് ബംഗ്ലാവ് മോഡിഫൈ ചെയ്തെടുത്തതാണ് തോട്ടം സ്റ്റേസിൻ്റെ ഈ പ്രോപ്പർട്ടി. ഈ റിസോർട്ടിലെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടുത്തെ വ്യൂ പോയിൻ്റാണ്. രാമക്കൽ മേടിലെയും ചതുരംഗപ്പാറയിലെയും പോലുള്ള വ്യൂ പോയിൻ്റാണ് ഇവിടെയുള്ളത്. തൊണ്ടമാൻ രാജാവിൻ്റെ നിധി ആ മലകളിൽ എവിടെ ഒളിഞ്ഞു കിടപ്പുണ്ടെന്നാണ് ഐതിഹ്യം. അതുകൊണ്ടാണ് ഈ സ്ഥലത്തിന് തൊണ്ടമാൻ കോട്ട എന്ന പേര് വന്നത് എന്ന് പറയപ്പെടുന്നു. മൂന്നാറിലെ റിസോർട്ടുകളിൽ വണ്ടി പാർക്ക് ചെയ്യാൻ വരെ നമ്മൾ ബുദ്ധിമുട്ടുമ്പോൾ ഇവിടെ അങ്ങനെ ഒരു പ്രശ്നമേ ഇല്ല. ധാരാളം സ്ഥലം ഈ റിസോർട്ടിന് ചുറ്റുമുണ്ട്. ആ സ്ഥലമെല്ലാം നന്നായി ലാൻഡ്സ്കേപ്പ് ചെയ്ത് നമുക്കൊരുമിച്ചിരുന്ന് വർത്തമാനം പറയാനും കുട്ടികൾക്ക് കളിക്കാനും ചുമ്മാ നടക്കാനും എല്ലാമായി മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നു. ആന ഇറങ്ങുന്ന സ്ഥലമായതുകൊണ്ട് തന്നെ ഈ റിസോർട്ടിന് ചുറ്റും ഇലക്ട്രിക് ഫെൻസിങ് ചെയ്തിട്ടുണ്ട്. സീസൺ ടൈം ആണെങ്കിൽ നട്ടുച്ചയ്ക്ക് പോലും ഇവിടെ കോടയാണ്. രാത്രിയിൽ ക്യാമ്പ് ഫയറിനും ഗ്രില്ലിങ്ങിനുമുള്ള സൗകര്യം നമ്മുടെ ആവശ്യാനുസരണം ഇവർ ചെയ്തു തരും. ചതുരംഗപ്പാറ, ശാന്തൻപാറ തുടങ്ങിയ സ്ഥലങ്ങളെല്ലാം ഈ റിസോർട്ടിനടുത്താണ്. ആവശ്യമെങ്കിൽ അങ്ങോട്ടേക്കുള്ള ജീപ്പ് സഫാരിക്കുള്ള ഓപ്ഷനും ഈ റിസോർട്ടിലുണ്ട്. മൂന്നാർ ചെന്ന് നേരെ ഗ്യാപ്പ് റോഡ് വഴി പൂപ്പാറ, അവിടുന്ന് രാജാപ്പാറ എത്തി റിസോർട്ടിലേക്ക്, അല്ലെങ്കിൽ കട്ടപ്പന ഉടുമ്പൻചോല വഴി രാജാപ്പാറയിലേക്ക്. മൂന്നാർ ചെല്ലുന്നവർ തീർച്ചയായും പോകുന്ന അല്ലെങ്കിൽ പോകേണ്ട ഒരു വഴിയാണ് ഗ്യാപ്പ് റോഡ്. കേരളത്തിലെ ഏറ്റവും സുന്ദരമായ വഴികളിലൊന്ന്. മൂന്നാറിലെ ആ തിരക്കിൽ നിന്നെല്ലാം സ്വല്പം മാറി ഫാമിലിയായിട്ടോ ഫ്രണ്ട്സായിട്ടോ ഒട്ടും തിരക്കില്ലാതെ മനസ്സമാധാനമായ ഒരു സ്റ്റേ ഓപ്ഷൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഈ സ്റ്റേ ഓപ്ഷൻ തിരഞ്ഞെടുക്കാം. ട്രിപ്പ് അൺടോൾഡ്, മേക്ക് മൈ ട്രിപ്പ് വഴിയും നേരിട്ടും നമുക്ക് ഈ സ്റ്റേ ബുക്ക് ചെയ്യാം. 2-3 ടൈപ്സ് റൂമും ഡോർമെറ്ററിയും അവിടെ അവൈലബിൾ ആണ്. അവരെ കോൺടാക്റ്റ് ചെയ്താൽ റൂംസിൻ്റെയും മറ്റും ഫോട്ടോസ് അവർ അയച്ചു തരും. നമ്മുടെ ആവശ്യാനുസരണം നമുക്ക് റൂം സെലക്ട് ചെയ്യാം. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും വൈകിട്ടത്തെ കാപ്പിയും കോംപ്ലിമെൻ്ററി ആണ്. രാത്രിയിലത്തെ ഡിന്നർ നമ്മുടെ ആവശ്യാനുസരണം നമ്മൾ അവരോട് പറയണം. അതിനൊരു പേയ്മെൻറ്റുമുണ്ട്. വീഡിയോ ഉപകാരപ്രദമാണെങ്കിൽ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക.